നമസ്കാരം കൂട്ടുകാരെ, 2013 പുറത്തിറങ്ങിയ രസകരമായ ഒരു ചലച്ചിത്രം എബൌട്ട് ടൈം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സമയമൊക്കെ കുറിക്കുന്ന ടൈം ട്രാവൽ ഒക്കെ അടങ്ങിയ രസകരമായ ഒരു ചലച്ചിത്രമാണത്. കിളി പറത്തുന്ന ടൈം ട്രാവൽ സ്റ്റോറികൾ പോലല്ല, രസകരമായ ടൈം ട്രാവൽ ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ചലച്ചിത്രം. വിശദമായ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് ഒരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ടിം ലേക്ക് എന്നാണ് ആ പയ്യന്റെ പേര്. കോൺവെൽ എന്ന പ്രദേശത്തായിരുന്നു അവൻ ജീവിച്ചു വളർന്നത്. ബീച്ചിനോട് ചേർന്നിട്ടാണ് അവരുടെ വീടുള്ളത്. അവരുടെ വീട്ടിലുള്ളവർക്ക് പ്രത്യേക ഹാബിറ്റുകളായിരുന്നു. ചെറുപ്പം തൊട്ടേ ഇതൊക്കെ കണ്ടും കേട്ടുമാണ് അവൻ വളർന്നു വരുന്നതും. അവന്റെ ഓർമ്മകളിലൊക്കെ വീട്ടിൽ സന്തോഷമാണുള്ളത്. അവന്റെ അമ്മ മേരി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികളിലായിരിക്കും. അച്ഛൻ ജെയിംസ് ആകട്ടെ ലൈഫ് എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ്. ഉച്ചതിരിന് അവനൊപ്പം മിക്കപ്പോഴും ടേബിൾ ടെന്നീസ് കളിക്കും, ഒരുപാട് പുസ്തകം വായിക്കും. വീട്ടിൽ അവന്റെ അങ്കിൾ ഡെസ്മണ്ടുമുണ്ട്. അല്പം ആബ്സെന്റ് മൈൻഡഡ് ആണെങ്കിലും വളരെ നൈസായിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്കിൾ. പിന്നെ അവിടെ ഉള്ളത് അവന്റെ സഹോദരിയാണ്. വളരെയധികം സ്വതന്ത്രമായി ജീവിക്കുന്ന കിറ്റ്കാറ്റ് എന്ന് അവരൊക്കെ വിളിക്കുന്ന കാതറിൻ. കുടുംബത്തിന് വിചിത്രമായ ചില പെരുമാറ്റ രീതികളുമുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് അവർ ബീച്ച് സൈഡിൽ പോയിരുന്ന് ചായ കുടിക്കും. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് എന്ത് കാലാവസ്ഥയാണെങ്കിലും മഴയാണെങ്കിൽ പോലും പുറത്തെ യാർഡിലിരുന്ന് പ്രൊജക്ടറിൽ സിനിമ വെച്ച് കാണും. മാത്രമല്ല എല്ലാ ന്യൂ ഇയർ രാത്രിയും അവർ വീട്ടിൽ തന്നെ ഒരു പാർട്ടി സംഘടിപ്പിക്കും. ഫാമിലി ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആ പാർട്ടിയിൽ ഉണ്ടാവുകയും ചെയ്യും. ടിമ്മിന് 21 വയസ്സാവുന്ന സമയത്തായിരുന്നു അത്തവണത്തെ ന്യൂ ഇയർ പാർട്ടി നടന്നത്. ആ ന്യൂ ഇയർ പാർട്ടിയിൽ അല്പം ഇൻട്രോവേർട്ടായ ടിമ്മിന് എങ്ങനെയും ഒരു ഗേൾ ഫ്രണ്ടിനെ സംഘടിപ്പിക്കണം എന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും സ്വഭാവം കാരണം ആൾക്കൂട്ടത്തിനിടയിലൂടെ പരിങ്ങിയായിരുന്നു ന്യൂ ഇയർ പാർട്ടിക്ക് പോലും അവൻ നടന്നിരുന്നത്. പക്ഷെ അവന്റെ കൂട്ടുകാരൻ ജയ് എവിടെയുണ്ട്? ഒളിച്ചു നടന്ന ടിമ്മിനെ ജയ് വലിച്ചു മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ആ വലിച്ചു കൊണ്ടുവരലിൽ ജിം ഒരു ടേബിളിൽ തട്ടുകയും ടേബിളിൽ ഉണ്ടായിരുന്ന സാധനമടക്കം താഴെ വീഴുകയും ചെയ്തു. ഇതേ സമയം അവിടെ വെച്ച് ജിമ്മിന്റെ സഹോദരി കിറ്റ്കാറ്റ് ആകട്ടെ ജിമ്മി എന്ന പേരുള്ള ഒരു പയ്യനുമായി ഫ്ലേർട്ട് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ന്യൂ ഇയർ കൗണ്ട് ഡൗൺ ആരംഭിച്ചപ്പോഴേക്കും ടിമ്മിന് പോളി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കമ്പനിക്ക് കിട്ടി. അവൾക്കൊപ്പം അവൻ ഡാൻസ് കളിച്ചു. ഒടുവിൽ ചുംബനത്തിനായി അവൾ അവന്റെ അടുത്തേക്ക് ചാഞ്ഞു വന്നു. പക്ഷെ വല്ലാത്ത പരങ്ങലുകൊണ്ട് ടിം പെട്ടെന്ന് പിന്മാറി അവൾക്ക് ക്ഷയിക്കാൻ കൊടുക്കുകയായിരുന്നു ചെയ്തത്. പോളി വല്ലാതെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പിറ്റേന്ന് പകലിൽ ടിം ഉറക്കമുണർന്നപ്പോ തലേ രാത്രിയിലെ പാർട്ടിയെപ്പറ്റി അവന് വല്ലായ്മ തോന്നി. എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്ന പാർട്ടിയ ഒക്കെ താൻ നശിപ്പിച്ചു എന്നതായിരുന്നു അവന്റെ ചിന്ത. അപ്പോഴാണ് അവന്റെ അച്ഛൻ അവനെ അച്ഛന്റെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നത്. 21 വയസ്സ് പൂർത്തിയായതുകൊണ്ട് തങ്ങളുടെ ഫാമിലിയിലെ ഒരു സീക്രട്ട് അച്ഛൻ അവനോട് വെളിപ്പെടുത്തുകയായിരുന്നു. സംഭവം എന്തെന്നാൽ അവരുടെ കുടുംബത്തിലുള്ള ആണുങ്ങൾക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കും. അത് കേട്ട് ടിമ്മിനാദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല. അച്ഛൻ തള്ളുകയാണ് എന്നായിരുന്നു അവൻ കരുതിയത്. അച്ഛൻ വിശദീകരിച്ചു, അങ്ങനെ എല്ലായിടത്തേക്കും ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നല്ല. നമ്മൾ ജീവിച്ചു കഴിഞ്ഞ് മുൻകാലത്തെ സംഭവങ്ങൾ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് നമുക്ക് ടൈം ട്രാവൽ ചെയ്ത് ചെല്ലാം. ഇരുണ്ട ഒരു മുറിക്കുള്ളിൽ അടച്ച് പോവേണ്ടുന്ന സമയം വിചാരിച്ച് കണ്ണടച്ചു തുറന്നാൽ നമ്മൾ അങ്ങോട്ടേക്ക് എത്തും. പക്ഷേ ടൈം ട്രാവൽ ചെയ്യാൻ വ്യക്തമായും 2 നിയമങ്ങൾ മോൻ ഓർത്തിരിക്കണം. നമ്മൾ പോയിട്ടില്ലാത്ത, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരിടത്തേക്ക് ടൈം ട്രാവൽ ചെയ്തു പോവൽ നമുക്ക് സാധ്യമല്ല. അത്രയും വിശദീകരിച്ചിട്ടും ഒക്കെ തള്ളായിട്ടായിരുന്നു ടിമ്മിന് തോന്നിയത്. ഇതൊക്കെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ ഇപ്പോ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ടിം അവന്റെ കബോർഡിൽ കയറി. തലേ ദിവസത്തെ പാർട്ടിയുടെ കാര്യമായിരുന്നു അവൻ ടൈം ട്രാവൽ ചെയ്യാൻ ആലോചിച്ചത്. കണ്ണു തുറന്ന ടിം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. തലേ ദിവസത്തെ അവന്റെ കോസ്റ്റ്യൂമിൽ അതേ കബോർഡിനുള്ളിൽ നിന്ന് അവൻ ഇറങ്ങി വരുന്നു. ടിം നേരെ പാർട്ടി നടക്കുന്ന ഇടത്തേക്ക് പോയി. പെട്ടെന്ന് ജയ് അവനെ പിടിച്ചു വലിച്ച് മുമ്പോട്ട് കൊണ്ടുവരാൻ ആരംഭിച്ചു. പക്ഷേ ഇത്തവണ ടേബിൾ മറിക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി വരാൻ ടിമ്മിനായി. മുമ്പേ അത് സംഭവിക്കും എന്ന് ടിമ്മിന് അറിയാമല്ലോ. മാത്രമല്ല ഇത്തവണ പോളിയുമായി ഡാൻസ് ചെയ്തപ്പോൾ ധൈര്യത്തോടെ അവൻ പോളിയെ ചുംബിക്കുകയും രാവിലെ തോന്നിയ കുറ്റബോധങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തു. പാർട്ടി കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞത് സത്യമാണ് എന്നവൻ തിരിച്ചറിഞ്ഞിരുന്നു. അതോടെ അച്ഛന്റെ ഒപ്പമുള്ള സമയത്തേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോകുവാൻ അവൻ മുന്നോട്ട് ടൈം ട്രാവൽ ചെയ്ത് വീണ്ടും അച്ഛനടുത്തെത്തുന്നു. അച്ഛൻ ജെയിംസിനോട് അതോടെ ടൈം ട്രാവലിനെ പറ്റി അവൻ വിശദമായി ചോദിക്കുകയാണ്. കാര്യങ്ങൾ അച്ഛൻ അവന് വിശദമായി ഒന്നുകൂടെ പറഞ്ഞുകൊടുത്തു. ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും പറഞ്ഞു. അവൻ ഒരിക്കലും ടൈം ട്രാവൽ ചെയ്ത് ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ
ആദ്യത്തേത് പണം സമ്പാദിക്കുക എന്നതും രണ്ടാമത്തേത് പ്രശസ്തി നേടുക എന്നതുമായിരുന്നു. അതവന് പലതും നഷ്ടപ്പെടുത്തും, അതുകൊണ്ട് അതിൽ ജാഗ്രത വേണം എന്ന് പ്രത്യേകം പറയുകയാണ്. പക്ഷേ ടിം അപ്പോഴേക്കും അതൊന്നും തനിക്ക് വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. താൻ തന്റെ ഈ കഴിവ് തന്റെ പ്രണയ ജീവിതവും കുടുംബജീവിതവും നന്നാക്കാനേ ഉപയോഗിക്കുള്ളൂ എന്നവൻ അച്ഛനോട് പറഞ്ഞു. ആ സമ്മറിലായിരുന്നു കിറ്റ്കാറ്റിന്റെ സുഹൃത്ത് ഷാർലറ്റ് അവരുടെ വീട്ടിലേക്ക് ഒരു വെക്കേഷനായി എത്തുന്നത്. ഷാർലറ്റ് വന്നതിൽ പിന്നെ ടിമ്മിന് അവളെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ പൊതുവെ അല്പം ഉൾവലിഞ്ഞ സ്വഭാവമുള്ള ടിം അവളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കിറ്റ്കാറ്റും ഷാർലറ്റും സൺബാത്ത് ചെയ്ത് കിടക്കുമ്പോൾ തന്റെ പുറത്ത് കുറച്ച് സൺസ്ക്രീൻ ഇട്ടുതരാമോ എന്ന് ഷാർലറ്റ് ടിമ്മിനോട് ചോദിക്കുവാണ്. ഓൾറെഡി ക്രഷുള്ള പെൺകുട്ടി അത്തരത്തിൽ ചോദിക്കുകയും കൂടി ചെയ്യുമ്പോൾ ടിം പറ്റില്ലെന്ന് പറയുമോ? അവൻ ഷാർലറ്റിന്റെ അടുത്തേക്ക് വന്നു. സൺസ്ക്രീൻ ഇടാൻ അത് കയ്യിലെടുത്ത് ഞെക്കിയതും മുഴുവൻ അവളുടെ പുറത്തേക്ക് വീണു. ഇംപ്രഷൻ ഉണ്ടാക്കാൻ പോയി ആകെ കുളമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ടിം ഒരുക്കമായിരുന്നില്ല. അവൻ വേഗം പോയി ഒരു മുറിക്കുള്ളിൽ അടച്ച് ടൈം ട്രാവൽ ചെയ്ത് വീണ്ടും തിരികെ വന്നു. ഇത്തവണ ഷാർലറ്റ് വിളിച്ചപ്പോൾ വളരെ കെയർഫുള്ളായി സൺസ്ക്രീൻ എടുത്ത് അത് നല്ല രീതിയിൽ അവളുടെ പുറത്തു പുരട്ടി കൊടുത്തു. ആ സമ്മർ മുഴുവനും അവളെ ഇംപ്രസ് ചെയ്യാൻ പല കാര്യങ്ങളും അവൻ ശ്രമിച്ചു നോക്കി. പക്ഷേ ഒന്നും അങ്ങ് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഷാർലറ്റ് തിരികെ പോവേണ്ടുന്നതിന്റെ തലേ ദിവസം ടിം ഷാർലറ്റിന്റെ മുറിയിലേക്ക് ചെന്നു. അവളോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. പക്ഷേ ഷാർലറ്റ് പ്രണയം നിരാകരിക്കുകയായിരുന്നു ചെയ്തത്. ടിം ഇത്തരത്തിൽ പെരുമാറുമായിരിക്കും എന്ന് കിറ്റ്കാറ്റ് നേരത്തെ എന്നെ വാൺ ചെയ്തിരുന്നു എന്നും ഷാർലറ്റ് ആ സമയം പറഞ്ഞു. ഈ അവസാന നിമിഷത്തിലല്ലാതെ ഈ വെക്കേഷന്റെ മുമ്പെപ്പോഴെങ്കിലും നീ പറഞ്ഞിരുന്നേ നമുക്ക് പരസ്പരം അറിയാനുമൊക്കെ അല്പം ടൈം കിട്ടിയേനെ, എങ്കിൽ കാര്യങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തമായേനെ എന്ന് ഷാർലറ്റ് പറഞ്ഞു. അത് കേട്ടതും എങ്കിൽ അങ്ങനെ തന്നെ ഒന്ന് ചെയ്തു നോക്കിയേക്കാം എന്ന് ടിമ്മിന് തോന്നുവാണ്. അവൻ ടൈം ട്രാവൽ ചെയ്ത് വെക്കേഷന്റെ പകുതി കാലത്തേക്ക് ചെല്ലുന്നു. നേരെ ഷാർലറ്റിന്റെ അടുത്ത് ചെന്ന് തന്റെ പ്രണയം പറയുന്നു. പക്ഷേ അപ്പോൾ ഷാർലറ്റ് പറഞ്ഞത് വെക്കേഷന്റെ അവസാന ദിവസം വരെ നമുക്ക് കാത്തിരിക്കാം, നമുക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്, എന്നിട്ടിതൊക്കെ നോക്കിയാൽ പോരെ എന്നായിരുന്നു. അന്ന് ടിം ഒരു കാര്യം തിരിച്ചറിയുകയാണ്. ടൈം ട്രാവൽ ചെയ്ത് വന്നാലും ഇല്ലെങ്കിലും ഒരാളുടെ മനസ്സിലുള്ളത് അങ്ങനൊന്നും മാറ്റാൻ സാധിക്കില്ലെന്ന്. ഷാർലറ്റിന് തന്നോട് ഒട്ടും താല്പര്യമില്ലെന്നും അതുകൊണ്ട് പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോയാലും അതിൽ മാറ്റങ്ങൾ വരില്ലെന്നും അവൻ തിരിച്ചറിയുന്നു. പിന്നീട് ഷാർലറ്റ് മടങ്ങിപ്പോയി. ആ സമ്മറിന്റെ അവസാനം ടിമ്മും മറ്റൊരിടത്തേക്ക് ട്രാവൽ ചെയ്യുകയായിരുന്നു. ഉപരിപഠനത്തിനു വേണ്ടി ലോയർ ആവണം എന്നതാണ് ടിമ്മിന്റെ ആഗ്രഹം. അതിനായി അവൻ ലണ്ടനിലെത്തി. അച്ഛന്റെ ഒരു പരിചയക്കാരനുണ്ട്. അദ്ദേഹത്തിനൊപ്പമായിരുന്നു ടിമ്മിന്റെ താമസം ശരിയാക്കപ്പെട്ടതും. ഹാരി എന്നായിരുന്നു അയാളുടെ പേര്. ഹാരി നാടകമൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. പൊതുവെ ലോകവിദ്വേഷിയായിട്ടുള്ള ഒരാൾ, മനുഷ്യരെയൊന്നും വിശ്വാസമില്ലാത്ത കൂട്ടത്തിലുള്ള വ്യക്തി. നഗരത്തിലെത്തിയാൽ ഒരു ഗേൾഫ്രണ്ടിനെ സംഘടിപ്പിക്കണം എന്നതായിരുന്നു ടിം ആദ്യമേ കരുതിയിരുന്നത്. പക്ഷെ നഗരത്തിലെത്തി ആദ്യത്തെ 6 മാസം പിന്നിട്ടിട്ടും ഒരു ഗേൾഫ്രണ്ടിനെയും ടിമ്മിന് കിട്ടിയതേയില്ല. അതിനോടകം തന്റെ ഒരു ജോലി ആരംഭിച്ചിരുന്ന ടിം കോവർക്കർ റോറിയുമായി അല്പം സൗഹൃദത്തിലുമായി. ഒരു ദിവസം ജെ ആ നഗരത്തിലേക്ക് വരികയാണ്. അവരങ്ങനെ നമുക്കൊരു റെസ്റ്റോറന്റിൽ പോകാം എന്ന് പറഞ്ഞ് ലേനോയർ എന്ന റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണത്. ഇരുട്ടിലാണ് അവിടെ ഭക്ഷണം സെർവ് ചെയ്യപ്പെടുന്നതും ആളുകൾ മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതുമൊക്കെ. അവിടെ വെച്ച് അവരിരുവരും മേരി എന്നും ജോവാനി എന്നും പേരുള്ള 2 പെൺകുട്ടികളെ പരിചയപ്പെടുന്നു. പരസ്പരം വലിയ തോതിൽ കാണാത്തതുകൊണ്ട് ടിമ്മിന് നല്ല ധൈര്യം തോന്നിയിരുന്നു. ടിമ്മെന്ന് അവരോട് ഫ്ലൈറ്റ് ചെയ്ത് സംസാരിക്കുകയും നല്ല രീതിയിൽ സ്കോർ ചെയ്യുകയുമാണ്. ഡിന്നർ കഴിഞ്ഞ് ജെയും ടിമ്മും ആ പെൺകുട്ടികളെ നേരിട്ട് കാണുന്നു. മേരിയെ കണ്ടതും ടിമ്മിന് അവളെ അത്രമേൽ ഇഷ്ടമായിരുന്നു. അവന്റെ സങ്കല്പത്തിലുള്ള വളരെയധികം ഭംഗിയുള്ള സുന്ദരിയായ പെൺകുട്ടി. ജയെ എന്ന് ഭാഗ്യം തുണച്ചില്ലെങ്കിലും ടിമ്മിനെ പ്രണയദേവൻ കടാക്ഷിച്ചിരിക്കണം. ടിമ്മിന് മേരിയുടെ ഫോൺ നമ്പർ ലഭിച്ചു. മാത്രമല്ല മേരി സിംഗിളുമാണ്. അവർ വീണ്ടും കണ്ടുമുട്ടാൻ വേണ്ടി ഒരു പ്ലാൻ വരെ അന്ന് തീരുമാനിക്കുകയാണ്. അന്ന് തിരികെ പോകുമ്പോൾ ടിം അത്രമേൽ സന്തോഷവാനായിരുന്നു. വീട്ടിലേക്കെത്തിയ ടിം കണ്ടത് ആകെ തകർന്നു നിൽക്കുന്ന ഹാരിയെയാണ്. ടിം കാര്യം തിരക്കി. അന്ന് രാത്രി ഹാരിയുടെ നാടകമുണ്ടായിരുന്നു. അതും പുതിയ നാടകം. ആർട്ടിസ്റ്റ് ഡയലോഗ് മറന്ന് നാടകം ആകെ കുളമായി എന്നതിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവനുമായിരുന്നു ഹാരി പ്രകടമാക്കിയത്. ഹാരി അത്രത്തോളം കഷ്ടപ്പെട്ടെഴുതിയ നാടകമാണ്. ഹാരിയെ സഹായിക്കണം എന്ന് ടിമ്മിന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ മുറിയിലേക്ക് പോയി അവൻ ടൈം ട്രാവൽ ചെയ്ത് ഹാരി കൂടെയുള്ള സമയത്തേക്കെത്തി. ഒടുവിൽ ഹാരിക്കൊപ്പം നാടകത്തിന് പോവുകയാണ്. നാടകം നടക്കുന്ന ഇടത്തേക്കെത്തിയ അവൻ നാടകത്തിന് മുമ്പ് ലീഡ് ആക്ടറോട് ഡയലോഗ് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അയാൾ അത് ചെയ്തതെങ്കിലും അതുകൊണ്ട് തന്നെ ഡയലോഗുകൾ തെറ്റാതെ നാടകം മികച്ച രീതിയിൽ മുമ്പിട്ട് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഹാരിയുടെ നാടകം വളരെ മികച്ച രീതിയിൽ അവസാനിച്ചു. ഒരുപാട് അപ്രിസിയേഷനും മറ്റും ഹാരിയെ തേടിയെത്തുകയും ചെയ്തു. അതിലൊക്കെ ടിമ്മിനും സന്തോഷം തോന്നുന്നുണ്ട്. ശേഷം ടിം മേരിയെ കോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അവനൊരു
കാര്യം തിരിച്ചറിയുന്നത് ഹാരിയെ സഹായിക്കാൻ ഹാരിയുടെ കൂടെ ടൈം ട്രാവൽ ചെയ്തു വന്നതുകൊണ്ട് മേരിക്കൊപ്പമുള്ള ഡിന്നർ സംഭവിച്ചിട്ടേയില്ല. മേരിയെ കണ്ടുമുട്ടാത്തതുകൊണ്ട് മേരിക്കിപ്പോൾ അവനെ അറിയുകയോ അവർ തമ്മിലുള്ള പ്രണയമുഹൂർത്തങ്ങൾ സംഭവിക്കുകയോ നമ്പർ കൈമാറ്റം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. അടുത്ത ദിവസം നിരാശയോടെയായിരുന്നു ഹാരിക്കൊപ്പം അവൻ ബ്രേക്ക്ഫാസ്റ്റിനിരുന്നത്. തിരികെ പോയി വീണ്ടും മേരിക്കൊപ്പം ഡിന്നറിന് പോയാൽ ഹാരിയുടെ മികച്ച വിജയം ഇല്ലാതാകുമല്ലോ. അതുകൊണ്ട് അതവൻ വേണ്ടെന്ന് വെച്ചിരുന്നു. ആ സമയം തന്റെ തലേ ദിവസത്തെ ഡ്രാമയെപ്പറ്റി പത്രത്തിൽ വന്ന വാർത്ത ഹാരി സന്തോഷത്തോടെ ടിമ്മിനെ കാണിച്ചു കൊടുക്കുവാണ്. പക്ഷെ ടിമ്മിന്റെ കണ്ണുടക്കിയത് അതിനോട് ചേർന്നുള്ള ഒരു പരസ്യത്തിലായിരുന്നു. കേറ്റ് മോസ് എന്ന പേരുള്ള ഒരു പ്രശസ്ത മോഡലിന്റെ എക്സിബിഷൻ നഗരത്തിൽ നടക്കാൻ പോകുന്നുണ്ട് എന്നതായിരുന്നു ആ പരസ്യം. ടിം അത് ശ്രദ്ധിച്ചതിന് ഒരു കാരണവുമുണ്ട്. മേരിയുമായി റെസ്റ്റോറന്റിൽ വെച്ച് സംസാരിച്ച സമയത്ത് മേരി കേറ്റ് മോസിന്റെ വലിയ ഫാനാണ് എന്ന് ടിം തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് മേരി അവിടെ വരാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ തന്നെ ഇഷ്ടപ്പെട്ട മേരിക്ക് തന്നെ വീണ്ടും എന്തായാലും ഇഷ്ടമാകും. അതുകൊണ്ട് അവിടെ ചെന്ന് മേരിയെ മീറ്റ് ചെയ്യാലോ എന്നതായിരുന്നു അവൻ ആലോചിച്ചത്. അങ്ങനെ കേറ്റ് മോസ് എക്സിബിഷന്റെ അവിടെ ചെന്ന് കിം കാത്തിരിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം അവൻ പ്രതീക്ഷിച്ചതുപോലെ മേരി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ടിം വല്ലാതെ നെർവസ് ആയിരുന്നെങ്കിലും ഒരു തരത്തിൽ ധൈര്യം സംഭരിച്ച് അവൻ മേരിക്കടുത്തെത്തി മേരിയോട് സംസാരിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഒരു പരിചയഭാവം ഇരുവർക്കുമുള്ളിൽ വളർന്നു. പക്ഷേ കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിനു മുമ്പേ മേരിക്കപ്പോൾ റുപ്പേട്ട് എന്ന പേരുള്ള മറ്റൊരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം ടിം തിരിച്ചറിയുകയാണ്. ശേഷം അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ മേരിയും റുപ്പേട്ടും ആദ്യമായി എവിടെ വെച്ചാ കണ്ടുമുട്ടിയത്, അവരെങ്ങനെ കപ്പിൾസ് ആയത് എന്നൊക്കെ വിദഗ്ധമായി ടിം ചോദിച്ചറിയുന്നു. ഒരുപാട് ദിവസമായിട്ടില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. 2 ദിവസം മുമ്പ് ജോവാന, അതായത് മേരിയുടെ കൂട്ടുകാരി, ഒരു പാർട്ടി നടത്തിയിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു മേരിയും റുപ്പേട്ടും കണ്ടുമുട്ടുന്നത്. അത് മനസ്സിലാക്കിയ ടിം അങ്ങോട്ടേക്ക് ടൈം ട്രാവൽ ചെയ്തെത്തി. റുപ്പേട്ടും മേരിയും ഒന്നിക്കുന്നത് തടഞ്ഞ് അതിനു മുമ്പേ മേരിയെ കണ്ട് മേരിയുമായി പുറത്തേക്ക് പോവുകയാണ്. മേരി ആ സമയം സിംഗിളാണല്ലോ. സംസാരത്തിലൂടെയും മറ്റും മേരിയും ടിമ്മും വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. അവർ ഒന്നിച്ച് ഡിന്നർ കഴിച്ച് ഒരുപാട് സംസാരിച്ചു. പരസ്പരം ഒരുപാട് മനസ്സിലാക്കി. ഇരുവർക്കുമുള്ളിൽ പെട്ടെന്ന് തന്നെ പ്രണയം വളർന്നിരുന്നു. പിരിഞ്ഞ് പോരുന്നതിനു മുമ്പ് തന്റെ കാറ് കിടക്കുന്നിടം വരെ വരാൻ മേരി ടിമ്മിനെ ക്ഷണിക്കുന്നു. പക്ഷെ കാറ് കിടന്നിരുന്നത് അവളുടെ വീടിനു മുമ്പിലായിരുന്നു. യാഥാർത്ഥ്യത്തിൽ അന്നത്തെ രാത്രി ഒന്നിച്ച് ചെലവഴിക്കാൻ ടിമ്മിനെ അവൾ ക്ഷണിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് അവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വളർന്നു. മാസങ്ങൾ കൊണ്ട് അവർ അത്രമേൽ അടുപ്പത്തിലായി. കുറച്ച് നാളുകൾക്ക് ശേഷം ടിമ്മും മേരിയും ഒന്നിച്ച് ലിവിംഗ് റിലേഷൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവർ താമസിക്കുമ്പോഴായിരുന്നു മേരിയുടെ പാരന്റ്സ് അവളെ കാണാൻ എത്തുന്നത്. ടിമ്മ് ആദ്യമായി മേരിയുടെ പാരന്റ്സിനെ മീറ്റ് ചെയ്യുകയാണ്. ആദ്യമൊക്കെ കാര്യങ്ങൾ കുറെയൊക്കെ കൈവിട്ടു പോയെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചെങ്കിലും ടിമ്മിന്റെ ടൈം ട്രാവൽ ഉണ്ടല്ലോ, അത് വെച്ച് അവൻ കാര്യങ്ങളൊക്കെ സ്മൂത്തായി സോൾവ് ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ ഒരു നാടകം കാണാൻ പോവാൻ ടിം മേരിയെ ക്ഷണിച്ചു. മേരി ടയേർഡായതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. ടിം അങ്ങനെ റോറിയെയും കൂട്ടി നാടകം കാണാൻ പോയി. നാടകം കഴിഞ്ഞ് അവരിറങ്ങുമ്പോ അവൻ അവിടെ വെച്ച് ഷാർലറ്റിനെ കാണുകയാണ്. അവൻ ചെന്ന് ഷാർലറ്റുമായി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ സംസാരിക്കുമ്പോ അത് മുഴുവൻ ആകെ അലമ്പാവുകയായിരുന്നു ചെയ്തത്. 2 വട്ടം ടൈം ട്രാവൽ ചെയ്തിട്ടും അത് ഓക്കെ ആയില്ല. അതോടെ 3ാമത് ടൈം ട്രാവൽ ചെയ്ത് ഷാർലറ്റിനെ കാണാതെ മുങ്ങുവാൻ ടിം തീരുമാനിക്കുവാണ്. പക്ഷേ ഇത്തവണ ടിമ്മിനെ കണ്ടത് ഷാർലറ്റ് ആയിരുന്നു. ഷാർലറ്റ് നേരെ ടിമ്മിനടുത്ത് വന്ന് ഫസ്റ്റ് സംസാരിച്ചു തുടങ്ങി. കാര്യങ്ങൾ ഇത്തവണ വല്ലാതെ മാറിയിരുന്നു. ഷാർലറ്റ് സന്തോഷത്തോടെയായിരുന്നു ടിമ്മിനോട് സംസാരിച്ചത്. സംഭാഷണങ്ങളൊന്നും അലമ്പായി മാറിയതുമില്ല. ഷാർലറ്റ് എന്ന ടിമ്മിനെ ഒപ്പം ഡിന്നറിന് ക്ഷണിക്കുവാണ്. രാത്രിയിൽ അവർ ഒന്നിച്ച് ഡിന്നർ കഴിച്ചു. ആ സമയം സമ്മർ വെക്കേഷന് മുമ്പ് അവന്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്തത് താനിപ്പോ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഷാർലറ്റ് പറഞ്ഞു. ഷാർലറ്റ് അവനെ വീട്ടിലേക്ക് ക്ഷണിക്കുവാണ്. അവരിരുവരും അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. അവിടെ വെച്ച് ഇന്റിമേറ്റ് ആകുവാൻ ടിമ്മിനെ ഷാർലറ്റ് ക്ഷണിച്ചു. പക്ഷേ ടിമ്മിന് പെട്ടെന്നത് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ മേരിയെ ഓർത്തു. മേരിയെ താൻ എത്രമേൽ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത് എന്നവൻ തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. അന്ന് അവിടെ നിന്ന് അവൻ മേരിക്കടുത്തേക്ക് ഓടിച്ചെന്നു. ആ രാത്രിയിൽ തന്നെ വിവാഹം കഴിക്കാമോ എന്ന് മേരിയോട് അവൻ പ്രപ്പോസ് ചെയ്തു. മേരിക്കും അതിൽ അത്രമേൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അവന്റെ പ്രപ്പോസൽ സ്വീകരിച്ചു. അത്തവണത്തെ സമ്മറിൽ ടിം മേരിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി തന്റെ പാരന്റ്സിനെ പരിചയപ്പെടുത്തി. മേരി പെട്ടെന്ന് തന്നെ ടിമ്മിന്റെ അമ്മയുമായി അടുത്തു. ടിമ്മാകട്ടെ അച്ഛനൊപ്പം ഒരുപാട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. ടിം തന്റെ സഹോദരി കിറ്റ്കാറ്റിനെ കണ്ടു. കിറ്റ്കാറ്റ് മാത്രം ഹാപ്പിയായിരുന്നില്ല. കിറ്റ്കാറ്റ് പറഞ്ഞു ലണ്ടനിലെ തന്റെ ജീവിതം അത്ര നല്ല രസത്തിലൊന്നുമല്ല. ജിമ്മിയുമായി താൻ ബ്രേക്കപ്പ് ആയി. രാത്രിയിൽ ഫാമിലി മൊത്തം ഒന്നിച്ചിരുന്നായിരുന്നു ഫുഡ് കഴിച്ചത്. ആ സമയം താനും മേരിയും വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം ടിം വെളിപ്പെടുത്തി. കുടുംബം ഒന്നടങ്കം അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്ത നിമിഷമായിരുന്നു അത്. മേരി പ്രഗ്നന്റ് ആണെന്നും അതുകൊണ്ട് വേഗത്തിൽ വിവാഹം
വിവാഹമുണ്ടാകുമെന്നും കൂടി അവർ തുറന്നു പറഞ്ഞു. അങ്ങനെ ടിം ജീവിതത്തിൽ കാത്തിരുന്ന ആ ദിവസമെത്തി. അവന്റെ വിവാഹം അതിമനോഹരമായി. വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. ആദ്യഘട്ടങ്ങളൊക്കെ നല്ല രീതിയിൽ കടന്നുപോയി. കാറ്റും കോളുമടക്കം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഏറ്റവും വലിയ പ്രശ്നം സംഭവിച്ചത് ബെസ്റ്റ്മാന്റെ സ്പീച്ചിലായിരുന്നു. അതായത് വരൻ ആശംസകൾ നേർന്ന് വരന്റെ ബെസ്റ്റ്മാൻ സംസാരിക്കും. ടിം ആദ്യം റോറിയെയാണ് അതിന് നിയോഗിച്ചതെങ്കിലും റോറിയുടെ സംസാരം ആകെ കുളമാവുകയായിരുന്നു. അതോടെ ടിം ട്രെയിൻ ട്രാവൽ ചെയ്തു പോയി ബെസ്റ്റ്മാനായി ഹാരിയെ കൊണ്ടുവന്നു. പക്ഷേ ലോകവിദ്വേഷിയായ ഹാരിയുടെ കാര്യം പറയണോ? ഹാരിയും അത് കുളമാക്കി. ഒടുവിൽ ടിം ആലോചിച്ച് തന്റെ ബെസ്റ്റ്മാനായി തന്റെ അച്ഛനെ തന്നെ നിയോഗിച്ചു. അച്ഛൻ നല്ല രീതിയിൽ അതൊക്കെ കൈകാര്യം ചെയ്തു. വിവാഹശേഷം കുറച്ചു മാസങ്ങൾക്കപ്പുറം അവർക്കൊരു കുഞ്ഞു പിറന്നു. പോസി എന്നായിരുന്നു അവർ കുഞ്ഞിന് പേരിട്ടത്. സുന്ദരിയായ ഒരു പെൺകുഞ്ഞ്. അവർ കുറച്ചുകൂടി സൗകര്യമുള്ള മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. ജീവിതത്തിലെ ഓരോ മൊമെന്റും എൻജോയ് ചെയ്ത് അങ്ങനെ കടന്നു പോകുന്നതുകൊണ്ട് ടിമ്മിന് കുറെ നാളത്തേക്ക് ടൈം ട്രാവൽ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമേ വന്നില്ല. അങ്ങനെ ഏകദേശം ഒരു കൊല്ലത്തോളം പിന്നിട്ടു. പോസിയുടെ ആദ്യത്തെ ബർത്ത്ഡേ വരികയാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ വന്നു തുടങ്ങി. റോറിയും ഹാരിയും വരെ എത്തി. പക്ഷേ കിറ്റ്കാറ്റ് എത്തിയിരുന്നില്ല. കുറച്ചു സമയം പിന്നിട്ടപ്പോ ഡോർ ബെല്ല് മുഴങ്ങി. ഡോർ തുറന്നപ്പോൾ വന്നിരുന്നത് കിറ്റ്കാറ്റിന്റെ കാമുകനായ ജിമ്മിയായിരുന്നു. താനും കിറ്റ്കാറ്റും തമ്മിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായെന്നും അതിനുശേഷം അവൾ മദ്യപിച്ച് കാറുമെടുത്ത് പാർട്ടിക്ക് വരികയായിരുന്നെന്നും വരുന്ന വഴിയിൽ വലിയ ആക്സിഡന്റ് സംഭവിച്ചെന്നും അവളിപ്പോ ആശുപത്രിയിലാണെന്നും ജിമ്മി അവരെ അറിയിച്ചു. കിറ്റ്കാറ്റിന് അപകടമൊന്നും ഉണ്ടാവാതിരിക്കുവാൻ ടിം ഉടനടി നാളുകൾക്ക് ശേഷം ടൈം ട്രാവൽ ചെയ്തു. നേരെ അപകടം നടക്കുന്നതിന് മുമ്പിലേക്ക് പോയി കിറ്റ്കാറ്റിനെ നേരിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ശേഷം മേരിയുടെ അടുത്ത് കിറ്റ്കാറ്റിന്റെ ജീവിതത്തെപ്പറ്റി ടിം സംസാരിക്കുകയായിരുന്നു. അവളെ കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും അവളുടെ ജീവിതത്തിലെ പ്രോബ്ലം സോൾവ് ആയിട്ടില്ല എന്ന് ടിം ഒന്നുകൂടി റിയലൈസ് ചെയ്യുകയാണ്. ജിമ്മി ഇപ്പോഴുമുണ്ട്. നല്ല പ്രണയമോ നല്ല ജോലിയോ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നേയില്ല. അവളുടെ ജീവിതത്തിൽ ഇടപെട്ടാലേ കാര്യങ്ങൾ ഓക്കെയാവൂ എന്നവൻ ആലോചിച്ച് തീരുമാനിക്കുവാണ്. ഇല്ലെങ്കിൽ അവളുടെ ബോയ്ഫ്രണ്ടുമായും അവളുടെ ഡ്രിങ്കിങ് ഹാബിറ്റുമായും മുമ്പോട്ട് പോയി അവൾ കൂടുതൽ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവൾ ഒരിക്കലും സന്തോഷവതിയാകില്ല എന്ന് അവന് തോന്നി. ടിം അതോടെ തന്റെ സഹോദരിയോട് തന്റെ ടൈം ട്രാവൽ എബിലിറ്റിയെ പറ്റി പറയുവാണ്. ശേഷം ജിമ്മി അവൾ ആദ്യമായി പരിചയപ്പെടുന്ന ടിമ്മിന് 21 വയസ്സ് പൂർത്തിയാവുമ്പോഴുള്ള വീട്ടിൽ നടക്കുന്ന ന്യൂ ഇയർ പാർട്ടിയിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് അവൻ അവളെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. ആദ്യം കിറ്റ്കാറ്റിനൊന്നും മനസ്സിലായില്ലെങ്കിലും ടൈം ട്രാവൽ ചെയ്തെത്തിയ അവൾ ജിമ്മിയെ കണ്ടതും അത് പഴയകാലമാണെന്ന് ഓർക്കാതെ ജിമ്മിയെ കയറി ഇടിക്കുകയാണ്. എന്തായാലും അതോടെ ആ കാര്യങ്ങൾ ബ്രേക്കപ്പായി ഒക്കെ മാറി മറിഞ്ഞിട്ടുണ്ടാകും. ജിമ്മിയുമായി അവൾ പ്രണയത്തിലാവാൻ ഒരു സാധ്യതയും ഇല്ലെന്നുറപ്പിച്ച് അവർ വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് തിരികെ പ്രസന്റിലേക്ക് എത്തുന്നു. പ്രസന്റിലേക്ക് എത്തുമ്പോഴേക്കും കിറ്റ്കാറ്റിന് മനസ്സിൽ ജിമ്മിക്ക് പകരം ജയ്യെ കാമുകനായി തോന്നുന്നുണ്ടായിരുന്നു. ജിമ്മി കാറ്റിന്റെ ലൈഫിൽ നിന്ന് പോയതോടെ ജയ്യായിരുന്നു അവളുടെ കാമുകനായത്. ജിമ്മിയുള്ളതിനേക്കാളും വളരെ മികച്ച ലൈഫായിരുന്നു ജയ്യുടെ കൂടി അവൾക്ക് സംഭവിച്ചതും. അവർ ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. ശേഷം സന്തോഷത്തോടെ ഒക്കെ ആയത് കണ്ട് ടിം തിരികെ മേരിക്കടുത്തേക്ക് തന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. പക്ഷെ അവിടെ മകൾ പോസിയില്ല. പകരം അവിടുള്ളത് ഒരു മകനാണ്. ടിമ്മിന് പെട്ടെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. അവനുണ്ടായിരുന്നത് പോസി എന്ന മകളായിരുന്നല്ലോ. ഇപ്പോ ഒക്കെ മാറി മറ്റൊരു മകനുണ്ടായിരിക്കുന്നു. മേരിയും പറയുന്നു അവർക്ക് മകനാണുള്ളതെന്ന്. തന്റെ മകൾ പോസി പിറക്കുന്നതിന് മുമ്പുള്ള ദിവസത്തേക്ക് അവൻ ടൈം ട്രാവൽ ചെയ്ത് ചെല്ലുന്നു. അവിടെ അച്ഛൻ ജെയിംസ് ഉണ്ടായിരുന്നു. ജെയിംസുമായി അവൻ തന്റെ സംശയങ്ങൾ പങ്കുവെക്കുകയാണ്. ജെയിംസ് അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാക്കുന്നത്. നമുക്ക് മക്കൾ ജനിച്ച് അവർ ജനിക്കുന്നതിനും പിന്നിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് ലോകത്ത് നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഒരുപക്ഷെ പിന്നീട് നമ്മൾ തിരികെ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടായിരിക്കുന്നത് അതേ മക്കളാവണം എന്ന് നിർബന്ധം പിടിക്കാൻ സാധിക്കില്ല. കാരണം ഓരോ തവണയും കൺസീവ് ചെയ്യപ്പെടുന്നത് ഓരോ ബീജങ്ങളായിരിക്കാം. അതുകൊണ്ട് മക്കൾ ജനിക്കുന്നതിന് മുമ്പുള്ള മാറ്റങ്ങൾ വരുത്തൽ നമുക്ക് സാധ്യമല്ല. നിനക്ക് പോസിയെ വേണമെന്നുണ്ടെങ്കിൽ പോസി ജനിക്കുന്നതിന് മുമ്പിലേക്ക് പോയി അവിടെ മാറ്റങ്ങൾ വരുത്താൻ നിൽക്കരുത്. അതോടെ തന്റെ സഹോദരി കിറ്റ്കാറ്റിന്റെ ജീവിതത്തിൽ തനിക്ക് സ്വാധീനം ചെലുത്തി മാറ്റം വരുത്താൻ സാധിക്കില്ല എന്ന് ടിം തിരിച്ചറിയുകയാണ്. ടിം അവിടെ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് പോസിയുടെ ബർത്ത്ഡേ ദിവസത്തിലേക്ക് എത്തുന്നു. കിറ്റ്കാറ്റിന്റെ ജീവിതം ജിമ്മിയുമായി മുമ്പോട്ട് പോവാനും അപകടം സംഭവിക്കാനും അനുവദിക്കുന്നു. ശേഷം ആശുപത്രിയിലെത്തി ടിമ്മും മേരിയും കിറ്റ്കാറ്റിനെ കണ്ടു. അവളോട് ഒരുപാട് സംസാരിച്ചു. അവളുടെ മനസ്സ് മാറ്റിയെടുക്കാനും അവളെ പോസിറ്റീവായ രീതിയിൽ നല്ലൊരു ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും അവർക്ക് സാധിക്കുകയാണ്. ജിമ്മിയെ വിട്ട് മറ്റൊരാളെ ഡേറ്റ് ചെയ്തു നോക്കുവാൻ മേരി അവളെ ഉപദേശിക്കുന്നു. അതൊരു അഡ്വാൻറ്റേജായി കണ്ട ടിം ഉടൻ ജയ്യുടെ കാര്യം കിറ്റ്കാറ്റിന്റെ മനസ്സിലേക്കിടുകയാണ്. പിന്നീട് കിറ്റ്കാറ്റിന്റെ ജീവിതം നല്ല രീതിയിലായി. ജയ്യുമായി അവൾ റിലേഷനിലാവുകയും അവർ സന്തോഷത്തോടെ ജീവിച്ച് അവർക്കൊരു കുട്ടി പിറക്കുകയും ഒക്കെ ചെയ്തു. ടിമ്മിന് പോസിയെ തന്റെ കൂടെ ലഭിച്ചിരുന്നു. തന്റെ സഹോദരിയുടെ
തങ്ങളുടെ ജീവിതം അതുപോലെ സുരക്ഷിതമായി മുമ്പോട്ട് പോകണം എന്ന് ടിമ്മിന് തോന്നി. അത് ലോക്ക് ചെയ്യാനുള്ള ഒരേ ഒരു വഴി ടിമ്മിന് മറ്റൊരു കുട്ടി കൂടി ജനിക്കുക എന്നതാണ്. ടിം അക്കാര്യം മേരിയോട് പറഞ്ഞു. ആദ്യമൊക്കെ മേരി എതിർത്തെങ്കിലും പിന്നീട് അവർക്ക് ഒരു ആൺകുട്ടി കൂടി ജനിക്കുകയാണ്. പിന്നീട് ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോവാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് ടിമ്മിന്റെ അച്ഛൻ ജെയിംസിന് ക്യാൻസർ ആണെന്ന വിവരം അവരെ തേടിയെത്തുന്നത്. ടിം ജെയിംസിനെ കാണാൻ ചെന്നു. ജെയിംസിന് ഇക്കാര്യം കുറെ മുമ്പേ അറിയാമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ മാറ്റൽ ജെയിംസിന് സാധിക്കില്ല. കാരണം പുകവലി ശീലമാണ് ക്യാൻസർ വരുത്തിവെച്ചിരിക്കുന്നത്. അതില്ലാതാക്കണമെങ്കിൽ കിറ്റ്കാറ്റിനും ടിമ്മിനും മുമ്പുള്ള കാലത്തേക്ക് ജെയിംസിന് യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ടിമ്മും കിറ്റ്കാറ്റും ജനിച്ചെന്ന് പോലും വരില്ല. തന്റെ അവസാന നാളുകൾ അടുത്തിരിക്കുന്നു എന്ന് ജെയിംസ് തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത്ര നാളത്തെ ജീവിതത്തിൽ നിന്ന് താൻ പഠിച്ച കാര്യം ഒടുവിലായി മകന് പകർന്നു കൊടുക്കുവാൻ ജെയിംസ് ശ്രമിക്കുകയാണ്. ടിമ്മിനോട് നിന്റെ ഒരു ദിവസത്തെ ജീവിതം നീ സാധാരണഗതിയിൽ ജീവിക്കാനും ശേഷം ടൈം ട്രാവൽ ചെയ്തുവന്ന് അതേ ദിവസം മുഴുവനായി ഒന്നുകൂടെ ജീവിച്ചു നോക്കാനും ജെയിംസ് ആവശ്യപ്പെടുന്നു. ടിം അത്തരത്തിൽ ചെയ്തു. ആദ്യ തവണ ജീവിച്ചപ്പോൾ ടെൻഷനും വിഷമങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അതെങ്കിൽ അതേ ദിവസം രണ്ടാമത് ജീവിച്ചപ്പോൾ എല്ലാത്തിനോടും കാഷ്വലായി കൂളായി ഇടപഴകാൻ ജെയിംസിന് സാധിച്ചു. പ്രശ്നങ്ങളൊക്കെ അവന് വലിയ പ്രശ്നമായി തോന്നിയതേയില്ല. അച്ഛൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ടിം വളരെ വ്യക്തമായി മനസ്സിലാക്കുകയായിരുന്നു. അതോടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ടൈം ട്രാവൽ ചെയ്തു വരുന്ന രണ്ടാമത്തെ അവസരമാണെന്നുള്ള രീതിയിൽ ടിം നോക്കിക്കാണാനും സന്തോഷത്തോടെ എൻജോയ് ചെയ്യാനും ആരംഭിച്ചു. വൈകാതെ ജെയിംസ് മരണപ്പെടുകയാണ്. തന്റെ അച്ഛൻ ലോകം വിട്ടു പോയ ദിവസം അത് രണ്ടാമതൊന്നുകൂടി ജീവിക്കുവാൻ ഒരിക്കൽ പോലും അവന് തോന്നിയിരുന്നില്ല. അച്ഛനെ പിരിയാൻ വയ്യാത്തതുകൊണ്ട് അവൻ ടൈം ട്രാവൽ ചെയ്തു പോയി അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ചെന്ന് വീണ്ടും അച്ഛനെ കാണും, അച്ഛനോട് സംസാരിക്കും. അതുകൊണ്ട് തന്നെ അച്ഛൻ മരണപ്പെട്ടു എന്നത് ടിമ്മിനെ സംബന്ധിച്ച് ഒരു കാര്യമേ ആയിരുന്നില്ല. എപ്പോ വേണമെങ്കിലും അച്ഛനുള്ള കാലത്തേക്ക് ടൈം ട്രാവൽ ചെയ്തു പോയി അവൻ അച്ഛനെ മീറ്റ് ചെയ്യാനും സംസാരിക്കാനും സാധിക്കുമായിരുന്നു. കുറച്ചു നാളുകൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം മേരി തനിക്ക് മൂന്നാമതൊരു കുട്ടി കൂടി വേണം എന്ന് ടിമ്മിനോട് ആവശ്യപ്പെടുകയാണ്. ടിമ്മിനത് ചിന്തിക്കാനേ സാധിക്കില്ലായിരുന്നു. കാരണം അങ്ങനെ സംഭവിച്ചാൽ മൂന്നാമതൊരു കുട്ടി ഉണ്ടായാൽ ടിമ്മിന് പിന്നീട് തിരികെ പോയി അച്ഛനെ കണ്ട് സംസാരിക്കാൻ സാധിക്കില്ല. തിരികെ പോയി അച്ഛനെ കണ്ട് സംസാരിച്ചു വരുമ്പോ മാറ്റങ്ങൾ വരുമ്പോൾ മൂന്നാമത്തെ കുട്ടി ചിലപ്പോൾ മറ്റൊരാളായി മാറാൻ സാധ്യതയുണ്ട്. ടിം മേരിയോട് ആദ്യം അതിന് പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും മേരിയുടെ നിർബന്ധത്തിൽ ടിമ്മിനൊടുവിൽ സമ്മതിക്കേണ്ടി വരികയാണ്. അങ്ങനെ അച്ഛനോട് ഒടുവിലത്തെ ഗുഡ് ബൈ പറയുവാൻ ടിം ടൈം ട്രാവൽ ചെയ്തു ചെന്നു. അച്ഛനടുത്തെത്തി വേദനയോടെ ടിം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മറ്റാരെക്കാളും ടിമ്മിന്റെ അവസ്ഥയും മറ്റും ഉൾക്കൊള്ളാൻ അവന്റെ അച്ഛന് സാധിക്കുമായിരുന്നു. തന്റെ മരണം പൂർണ്ണമാവുന്നതിന് മുമ്പ് മകനൊപ്പം ഒരു ദിവസം പൂർണ്ണമായി ചിലവഴിക്കാൻ ജെയിംസ് ആഗ്രഹിച്ചു. ടിമ്മും ജെയിംസും കൂടി ടിമ്മിന്റെ ഏർലി ചൈൽഡ്ഹുഡിലേക്ക് ഒന്നിച്ച് ടൈം ട്രാവൽ ചെയ്തു. ഭാവിയിൽ മാറ്റങ്ങളൊന്നും വരാതിരിക്കാൻ പൂർണ്ണമായും ശ്രദ്ധിച്ച് അവർ ആ ഒരു ദിവസം മുഴുവൻ വളരെയധികം സന്തോഷത്തോടെ ചെലവഴിച്ചു. ശേഷം ടിം തന്റെ പ്രസന്റിലേക്ക് തിരികെ വന്നു. എല്ലാം നോർമലായിരുന്നു. മേരി പുതിയൊരു കുട്ടിക്ക് ജന്മം നൽകി. തന്റെ അച്ഛൻ പൂർണ്ണമായും വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. തനിക്കിനി അങ്ങോട്ടേക്ക് ചെല്ലാനോ മാറ്റങ്ങൾ വരുത്താനോ സാധിക്കില്ല എന്ന് പൂർണ്ണമായും ടിം ഉൾക്കൊണ്ടു കഴിഞ്ഞിരുന്നു. ജീവിതം മുന്നിലേക്ക് സന്തോഷത്തോടെ ടിം ജീവിക്കാൻ തുടങ്ങി. ടൈം ട്രാവൽ ചെയ്യൽ ഏറെക്കുറെ പൂർണ്ണമായും അവൻ ഒഴിവാക്കി. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ നിമിഷവും ടൈം ട്രാവൽ ചെയ്തെത്തുന്ന രണ്ടാമത്തെ അവസരം എന്ന പോലെ അവൻ എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും അതുപോലെ ജീവിക്കാനും ആരംഭിച്ചു. തന്റെ ജീവിതത്തിന്റെ സന്തോഷം പൂർണ്ണമായും തിരിച്ചറിഞ്ഞ് ആ ഒരേ ഒരു നിമിഷത്തിൽ ജീവിക്കുന്ന ടിമ്മിന്റെ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ടൈം ട്രാവൽ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.